Hey guys, welcome back to our channel WOLO. We only live once. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണത്തിന്റെ കുക്കിംഗ് സീരീസിന്റെ അടുത്ത എപ്പിസോഡ് ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം ഓലനാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കുമ്പളങ്ങയാണ്. ഇത് നമുക്ക് ഒരു 2 കപ്പ് കുമ്പളങ്ങ വേണം. അത് നമുക്ക് പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് വൻപയർ, 1.5 കപ്പ് തേങ്ങ. ഇത് നമുക്ക് അടിച്ച് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുക്കണം. 5-8 പച്ചമുളക്. ഇത് മാത്രമേ നമ്മൾ എരിക്ക് വേണ്ടി ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കരിയാപ്പില, വെളിച്ചെണ്ണ, പിന്നെ എക്സ്ട്രാ വേണ്ടത് ഉപ്പും വെള്ളവുമാണ്. ആദ്യം തന്നെ നമുക്കൊരു 1/2 കപ്പ് വൻപയർ എടുത്ത് നല്ലപോലെ കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇടാം. നേരത്തെ കുതിർത്ത് വെച്ച വൻപയർ നമ്മളിപ്പം കുക്കറിനകത്തോട്ട് ഇടുവാണ്. അതിന്റെ കൂട്ടത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 വിസിൽ വരുമ്പോൾ നിർത്താം. ഇപ്പൊ നമ്മുടെ പയറ് വെന്തു. ഇനി അടുത്ത് നമ്മൾ കുമ്പളങ്ങ എടുക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിലോട്ട് വെക്കാം. മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാത്രം എടുത്താലും മതി. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ഇടാം. നമ്മളിപ്പം ആ പയറ് വേവിച്ചതിൻ്റെ ബാക്കി ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തു. അത് ഇതിനകത്തോട്ട് ഒഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. ജസ്റ്റ് ഒരു ഇച്ചിരി ഒഴിച്ചാൽ മതി. കാരണം കുമ്പളങ്ങ അത്തോതും വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഒരു ഇച്ചിരി ഒഴിച്ചാൽ മതി. വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ആ പച്ചമുളക് എടുത്ത് വെച്ച് നമ്മൾ നടുക്കൂടെ കീറിയിട്ട് അതുകൂടി ഇടുക. പിന്നെ ഒരു ചെറിയ തണ്ട് കരിയാപ്പിലയും കൂടി ഇടുക. ഒന്ന് ഇളക്കുക. ഇച്ചിരി ഉപ്പിടാം. തീ ഓണാക്കുക. ഇളക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇടാം. ഇപ്പം ഞാൻ ഇച്ചിരി ഇട്ടു. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം വേണമെന്നുള്ളത്. നമ്മുടെ കുമ്പളങ്ങ ഓൾമോസ്റ്റ് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് പയർ ഇതിനകത്തോട്ട് ഇടാം. ഇതൊന്നീ നമുക്ക് ഇങ്ങനെ വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പയർ വെന്ത ആ കുക്കറിനകത്തോട്ട് തന്നെ ഈ കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു വിസിലൂടെ അടുപ്പിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാനിപ്പം ഇളക്കി ഇനിയൊന്ന് അടച്ചു വെക്കുവാണ്. അത് ഇച്ചിരിയും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് തുറന്ന് വെന്തോന്ന് നോക്കാം. ഇത് വെന്തു, ഉടയുന്നുണ്ട് കുമ്പളങ്ങ. അപ്പം അത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ഇച്ചിരി വെള്ളമുണ്ട്. അതൊന്ന് പറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിടാം. ഇതൊന്ന് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കാം. മിക്സിയിൽ ഇതിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അടിച്ച് പിഴിഞ്ഞെടുക്കാനായിട്ട്. തീ കുറച്ചിട്ടു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് 2-ാം പാലാണ് ഒഴിച്ചേക്കുന്നത്, 1.5 കപ്പ്. ഇനി ഇത് ഇളക്കണം ഇടയ്ക്കിടയ്ക്ക്, കാരണം അല്ലെങ്കിൽ ഇത് പിരിയാൻ സാധ്യതയുണ്ട്. ഇതിപ്പം 2-ാം പാൽ ഒഴിച്ചത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇച്ചിരി ഒന്ന് പറ്റണം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെക്കത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചേക്കാണ് അതൊന്ന് പറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കി, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇച്ചിരിയും കൂടെ ചേർക്കണം. ഓലൻ ആക്ച്വലി കുറുകിയിരിക്കേണ്ട ഒരു കറിയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് കുറുക്കിയെടുക്കുന്നത്. എളുപ്പമാണ് ഓലൻ ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് ആ തേങ്ങാപ്പാൽ പിഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതല്ല, ഇങ്ങനെ അല്ലെങ്കിൽ കുക്കറിനകത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് വറ്റി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഓലൻ ഏകദേശം റെഡിയായി. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓലൻ റെഡി. ഇപ്പം നമ്മുടെ ഓലൻ തിളച്ചു. ഇനിയിപ്പം നമുക്ക് അതിനകത്തോട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓലൻ റെഡി. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി വേറൊരു പാത്രത്തിനകത്തോട്ട് എടുക്കാം. അപ്പം നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കി അടിപൊളി ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മാസ്റ്റർ ഷെഫിനെ തന്നെ വിളിക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തരട്ടെ. ഇത് വെറുതെ ഈ മാസ്റ്റർ ഷെഫ് എന്നൊക്കെ പറഞ്ഞ കേട്ടോ, ഞാനൊന്നും അല്ലേ. എളിമ
അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.